Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം മാരത്തോൺ MCQ മാത്സിലെ യൂണിറ്റ് 2ലെ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ 25 സോൾവ് ക്വസ്റ്റ്യൻസ് ആണ്. So let us start. First question. Find the angle in radians through which a pendulum swings if its length is 75 cm and the tip describes an arc of length 21 cm. Options A 7 by 25, B 6 by 25, C 8 by 25, D 3 by 25. Correct answer is option A 7 by 25. ഇപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് നമുക്കറിയാം ലെങ്ത് എന്ന് പറയുന്നത് R ഇൻറ്റു തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ആർക്കാണ്. ഓക്കെ, R എന്ന് പറയുന്നത് റേഡിയസും L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ആർക്കാണ്. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്തൊക്കെയാ? ആർക്ക് ലെങ്ത് നമുക്ക് 21 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അതായത് ഇവിടെ പെൻഡുലത്തിന്റെ ലെങ്ത് ആണ് വരിക R. ഓക്കെ, സോ 75 സെന്റിമീറ്റർ. അപ്പൊ L is equal to R തീറ്റ. സോ തീറ്റ ആംഗിൾ സബ്ടെൻഡഡ് ആണ്. സോ ഇതാണ് റേഡിയസ് വരിക, ഇതാണ് ലെങ്ത് ഓഫ് ദ ആർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 21 is equal to 75 into തീറ്റ. തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. 21 by 75, that is 7 by 25 radians. Second question. The largest hand of a clock is 42 centimeter long. Then the distance covered by the extremity in 20 minutes is. ലാർജസ്റ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് ഹാൻഡ്സ് ആണുള്ളത്, ഷോർട്ടസ്റ്റും ലോങ്സ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതേപോലെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും. ഇപ്പോൾ ഷോർട്ട് ആയിട്ടുള്ളത് അവർ ഹാൻഡും, ലോങ് ആയിട്ടുള്ള ഏതാ മിനിറ്റ് ഹാൻഡാണ് വരിക. അപ്പോൾ ഇവിടെ മിനിറ്റ് ഹാൻഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 80 സെന്റിമീറ്റർ, B 88 സെന്റിമീറ്റർ, C 84 സെന്റിമീറ്റർ, D 82 സെന്റിമീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, 88 സെന്റിമീറ്റർ. അപ്പോൾ ഓൾറെഡി ഒരു 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷണറി റൊട്ടേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ്. സോ ആംഗിൾ റൊട്ടേറ്റഡ് ഇൻ 60 മിനിറ്റ്സ് എത്രയാണ്? 360 ഡിഗ്രി. ഇനി നമുക്ക് 20 മിനിറ്റ്സിൽ അല്ലേ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ റൊട്ടേറ്റഡ് ഇൻ 20 മിനിറ്റ്സ്. 60 മിനിറ്റ്സിൽ 360 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റിൽ എത്രയാവും? 360 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ 20 മിനിറ്റ്സിൽ എത്രയാവും? ഇൻറ്റു 20 ചെയ്താൽ മതി. So 360 by 60 into 20, that is 120 degree. ഇനി നമുക്ക് സെയിം ഫോർമുല യൂസ് ചെയ്യാം. L is equal to R തീറ്റ. അതിൽ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ 120 ഡിഗ്രി എന്നുള്ളത് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇൻറ്റു പൈ ബൈ 180 ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയ 120 ഡിഗ്രീനെ ഇൻറ്റു പൈ ബൈ 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 2π/3. അപ്പോൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് L is equal to R ഇൻറ്റു തീറ്റ. ഇപ്പോൾ തീറ്റ റേഡിയൻസിൽ കിട്ടി 2π/3. ഇനി ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് ആണ് അല്ലെ. അതിപ്പോൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 42 സെന്റിമീറ്റർ. സോ 42 into 2π/3, ദാറ്റ് ഇസ് 28 പൈ സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഇൻ ടേംസ് ഓഫ് പൈ, അതായത് 28 പൈ, 45 പൈ, അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇൻ ദാറ്റ് കേസ് നിങ്ങൾ 28 പൈ ആണ് കറക്റ്റ് ആൻസർ വരിക. അല്ലെങ്കിൽ പ്യൂർലി ഇൻ ദ ഫോം ഓഫ് സെന്റിമീറ്റർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് 28 into പൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 88 സെന്റിമീറ്റർ ആണ് കിട്ടുക. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ആണ് നമുക്കറിയാം അല്ലെ. സോ പൈ ഇസ് ഈക്വൽ ടു 3.14. ഇപ്പൊ 28 ഇൻറ്റു 3.14 ചെയ്ത് കഴിഞ്ഞാൽ 87.9 സംതിങ് അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് 88 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഓപ്ഷൻ ശ്രദ്ധിക്കണം. ഇൻ ടേംസ് ഓഫ് പൈ ആണെങ്കിൽ 28 പൈ സെന്റിമീറ്ററും, ഇൻ ടേംസ് ഓഫ് പ്യൂർലി സെന്റിമീറ്റർ ആണെങ്കിൽ 88 സെന്റിമീറ്റർ ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. Express 50 degree 37 minute 30 seconds in radian. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ ഡിഗ്രി ആണ്, നെക്സ്റ്റ് വൺ മിനിറ്റ്, ലാസ്റ്റ് വൺ സെക്കൻഡ്സ്. ഓക്കെ, അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണേ നോട്ട് ചെയ്ത് വെക്കാം. ഓപ്ഷൻസ് A 7π/32, B 5π/32, C 9π/32, D π/32. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C 9π/32 ആണ്. ഇപ്പോൾ റേഡിയൻസിലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് 1 by 1 കൺവേർട്ട് ചെയ്യാം. അതായത് ആദ്യം 30 സെക്കൻഡ്സിനെ നമ്മൾ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് ബൈ 60 ചെയ്യാം. എന്നിട്ട് 37 മിനിറ്റ് പ്ലസ് ഇപ്പോൾ കിട്ടിയ ആ സെക്കൻഡ് ടു മിനിറ്റിൽ അത് ആഡ് ചെയ്യുക. ദെൻ അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഫൈനലി ടു റേഡിയൻസ്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ 30 സെക്കൻഡ്സിനെ ഡിവൈഡ് ബൈ 60 ചെയ്താൽ അത്രയും മിനിറ്റ്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ വാല്യൂ 30/60 നമുക്ക് ഹാഫ് ആണെന്ന് അറിയാം, ശരിയാണല്ലോ? ഇനി 37 മിനിറ്റ്സ് ആണുള്ളത്, അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഈ ഹാഫ് ആഡ് ചെയ്യാം. ആ കിട്ടുന്ന വാല്യൂ, അതായത് 75/2 എന്താ? മിനിറ്റ്സ് ആണ്. അതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ബൈ 60 ചെയ്യാം. സോ 5/8 ഡിഗ്രി കിട്ടും. ഈ 5/8ഉം 50യും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഡിഗ്രി കിട്ടും. ദാറ്റ് ഈസ് 405/8 ഡിഗ്രി. ഇനി അതിനെ നമ്മൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഡിഗ്രീനെ റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്താൽ 9π/32 റേഡിയൻസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 sin theta plus 5 cos theta is equal to 5, then the value of 5 sin theta minus 3 cos theta is. Options A plus or minus 3 root 2, B plus or minus 3, C plus or minus 5 root 2, D plus or minus 5. Correct answer option B ആണ്, plus or minus 3. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്താ? 3 sin theta plus 5 cos theta is equal to 5. അപ്പോൾ നമ്മൾ ഇനി ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാണ്, അതായത് സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡ്സിലും. അപ്പോൾ 3 sin theta plus 5 cos theta ഹോൾ സ്ക്വയർ is equal to 5 സ്ക്വയർ. ഇനി ജസ്റ്റ് a plus b ഹോൾ സ്ക്വയർ നമ്മൾ ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്യില്ല, അതേപോലെ ചെയ്യാം. അതായത് 9 sin square theta plus 3 into 5 into sin theta into cos theta, that is 25 30 sin theta cos theta, അതാണ് 2ab ടേം. ലാസ്റ്റ് വൺ b സ്ക്വയർ ടേം, അതായത് 25 cos square theta is equal to 5 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 25 ആണ്. ഇനി again sin square theta നെ 1 minus cos square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ 9 into, അതായത് 9 sin square theta ആണല്ലോ, സോ sin square theta നെ 1 minus cos square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ cos square theta നെ 1 minus sin square theta ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബ്രാക്കറ്റ് ഇടണം, അതായത് 9 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, സോ ഔട്ട്സൈഡ് ആണ്. അതേപോലെ 25 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് ആണ്. ഇനി ലാസ്റ്റ് വൺ അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് 30 sin theta cos theta. ഓക്കെ, ഇനി ഈ 9 എന്ന് പറയുന്നത് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 9 minus 9 cos square theta പ്ലസ് അഗെയിൻ 25 ആ ബ്രാക്കറ്റിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 25 minus 25 sin square theta പ്ലസ് 30 sin theta cos theta is equal to 25. ഇനി ഇതിൽ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്ത് RHSൽ കൊണ്ടുപോകും. അപ്പോൾ ഓൾറെഡി RHSൽ 25 ഉണ്ട്, LHSലെ കോൺസ്റ്റൻസ് എല്ലാം ആഡ് ചെയ്തപ്പോൾ 34 കിട്ടി. അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. 25 minus 34, ദാറ്റ് ഇസ് minus 9 കിട്ടി. ഇനി LHSലെ ടേംസ് നോക്കാം. -9 cos square theta minus 25 sin square theta പ്ലസ് 30 sin theta cos theta. ക്ലിയർ ആയല്ലോ? ഇനി ജസ്റ്റ് നമ്മൾ ഫുൾ ത്രൂ ഔട്ട് മൈനസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം. സോ 9 cos square theta പ്ലസ് 25 sin square theta പ്ലസ് 30 sin theta cos theta is equal to എന്ത് വരും? 9 വരും. ഇനി ഇതിന് 5 sin theta minus 3 cos theta ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മൾ a minus b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രീവിയസ് സ്റ്റെപ്പ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന് 5 sin theta minus 3 cos theta ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. is equal to 9 അങ്ങനെ തന്നെ എഴുതാം. ഇനി നമ്മൾ ഈ സ്ക്വയർ കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. കാരണം നമുക്ക് ഈ ബ്രാക്കറ്റിലെ ടേം ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 5 sin theta minus 3 cos theta. സോ ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് LHSലെ സ്ക്വയർ റിമൂവ് ആവും. സോ 5 sin theta minus 3 cos theta is equal to RHSലെ സ്ക്വയർ റൂട്ട് ഓഫ് 9 വരും. അതിന്റെ വാല്യൂ എന്താ? പ്ലസ് ഓർ മൈനസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if cot x equal to 4/3 and x lies in third quadrant, then find the value of sec x. Options A 3/4, B 7/4, C 2/4, D minus 5/4. Correct answer option D ആണ്, minus 5/4. അപ്പോൾ തന്നിരിക്കുന്നത് cot x ആണ്, കണ്ടുപിടിക്കേണ്ടത് sec x ആണ്. അപ്പോൾ sec square x is equal to 1 plus tan square x എന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫോർമുല നമുക്കറിയാം, അത് യൂസ് ചെയ്യാം. അതിൽ tan x നമുക്ക് അറിയണം. tan x കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 divided by cot x ചെയ്താൽ മതി അല്ലേ? tan x equal to 1 divided by cot x. എപ്പോഴും ഡയറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസിന്റെ വാല്യൂ തരണം എന്നില്ല. ഓക്കെ, ഇതേപോലെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. സോ tan x നമുക്ക് ആ ഫോർമുല ഉണ്ട്. സോ cot x ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 1 divided by 4/3 ചെയ്യാം. സോ ഇത് റെസിപ്രോക്കൽ ആയിട്ട് പോകുമ്പോൾ 3/4 ആണ് വരിക. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ sec square x equal to 1 plus tan square x, അതായത് 3/4 ഹോൾ സ്ക്വയർ is equal to 25/16 കിട്ടും. ഇനി നമുക്ക് sec square x ആണ് 25/16. അപ്പോൾ നമ്മൾ sec x ചെയ്യാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് സ്ക്വയർ റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും. അപ്പോൾ sec x equal to ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 25 divided by 16, ദാറ്റ് ഇസ് 25/16 സ്ക്വയർ റൂട്ട് എന്താ? 5/4 ആണ്. പക്ഷെ നമ്മൾ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വാല്യൂസ് എടുക്കണം.
ഇനി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പോൾ ഇവിടെ ഓൾ, സൈൻ, ടാൻ, കോസ് അല്ലേ. അപ്പോൾ സീക്ക് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ ടാനും പിന്നെ കോട്ടും അത് മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് സീക്ക് എക്സിന്റെ വാല്യൂ നമ്മൾ എന്താ ചൂസ് ചെയ്യേണ്ടത്? -5/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if tan a plus cot a is equal to 4, then tan raised to 4a plus cot raised to 4a is a 110, b 191, c 80, d 194. Correct answer option B ആണ് 194. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് tan a plus cot a equal to 4 ആണ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. ഇപ്പോൾ tan square a plus cot square a plus 2 tan a cot a. ഓക്കെ, ഇത് ക്യാപിറ്റൽ ലെറ്റർ A തന്നെയാണ്, is equal to 60. So tan square a plus cot square a ഇത് മാത്രം നമ്മൾ ഒരു സൈഡിൽ വെക്കുക. tan a into cot a എന്ന രണ്ടും റെസിപ്രോക്കൽ ആണ് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് വരുമ്പോൾ 1 ആയി പോകും. സോ is equal to, ഇനി നമുക്ക് 2 into 1 ആണ് വരിക. ആ 2 നമ്മൾ RHSൽ കൊണ്ടുപോയി 60 minus 2 40. ഇനി tan square a plus cot square equal to 14 കിട്ടി. എഗെയിൻ നമ്മൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് tan raised to 4a, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ raised to 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടേം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ tan raised to 4a plus cot raised to 4a plus 2 tan square a cot square a. എഗെയിൻ ഈ പ്രോഡക്റ്റ് 1 ആവും. ഓക്കെ, എഗെയിൻ ഈ 2 എന്ന് പറയുന്നത് നമ്മൾ RHSൽ കൊണ്ടുപോകും. അപ്പോൾ 196 minus 2 194. അപ്പോൾ LHSൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആ ടേം വരും tan raised to 4a plus cot raised to 4a is equal to 194. Next question. If cos theta is equal to -3/5 and theta lies between pi and 3π/2, then the value of cosec theta plus cot theta divided by sec theta minus tan theta is. Options A 1/6, B 1/7, C 1/5, D 1/2. Correct answer option A ആണ് 1/6. അപ്പോൾ cos theta minus 3/5 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് sin theta കണ്ടുപിടിക്കാമല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് cos സ്ക്വയർ theta. That is root of 1 minus -3/5 whole square. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 16/25. സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്താൽ പ്ലസ് ഓർ മൈനസ് 4/5. തീറ്റയുടെ വാല്യൂ ബിറ്റ്വീൻ പൈ ആൻഡ് 3π/2 ആണ്. അത് ഏത് ക്വാഡ്രന്റിലാണ് വരിക? തേർഡ് ക്വാഡ്രന്റിലാണ് അല്ലേ. സ്റ്റാർട്ടിംഗ് ഫ്രം 0, π/2, പൈ, 3π/2, then 2π and it goes on അല്ലേ. സോ നമുക്ക് പൈ ആൻഡ് 3π/2 എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത് ടാനും കോട്ടും ഇത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. സോ നമുക്ക് സൈൻ ഫംഗ്ഷൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഈ പ്ലസ് ഓർ മൈനസ് 4/5 -4/5 ആണ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കൊസീക് തീറ്റ കണ്ടുപിടിക്കാമല്ലോ. 1/sin തീറ്റ, ദാറ്റ് ഇസ് -5/4. ഇനി നമുക്ക് ആവശ്യമുള്ള ടേംസ് ഒക്കെ കണ്ടുപിടിക്കാം. സീക് തീറ്റ എന്ന് പറയുന്നത് 1/cos തീറ്റയാണ്. സോ 1/-3/5 അതായത് -5/3. ടാൻ തീറ്റ അഗെയിൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4/3 കിട്ടും. അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കോട്ട് തീറ്റ കിട്ടും, ദാറ്റ് ഇസ് 3/4. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ അതായത് -5/4 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ അതായത് -5/3 -4/3 which is equal to 1/6. Next question. If a plus b is equal to 45 degree, then cot a minus 1 into cot b minus 1 is. Options A 1, B 1/2, C -1, D 2. Correct answer option D 2 ആണ്. തന്നിരിക്കുന്നത് a plus b 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇനി cot of a plus b അപ്പോൾ എന്താ? cot 45. അപ്പോൾ നമുക്കറിയാം cot 45 tan 45 എന്നത് 1 ആണ്. സോ cot 45 is also 1. ഇനി cot a plus b യുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? cot a cot b minus 1 divided by cot a plus cot b. ഇതാണ് cot of a plus b യുടെ എക്സ്പാൻഷൻ is equal to cot 45 1 ആണ്. ഇനി ജസ്റ്റ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാം. സോ ഇത് RHSൽ കൊണ്ടുപോയാൽ cot a plus cot b വരും. ഇനി ഈ cot a plus cot b ഇനി LHSൽ ഇതേപോലെ തന്നെ cot a cot b ഉണ്ട് അല്ലേ. അത് ഇതേപോലെ നമ്മൾ ഈ cot a plus cot b യുടെ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ നമുക്കത് മൈനസ് ആയി കിട്ടും. സോ കോട്ട് എ പ്ലസ് കോട്ട് ബി മൈനസ് കോട്ട് എ കോട്ട് ബി ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു -1 അങ്ങനെ തന്നെ ആ സൈഡിലുണ്ട്, അത് എഴുതുക RHSൽ. ക്ലിയർ ആയല്ലോ. ഇനി കോട്ട് എ
പ്ലസ് കോട്ട് ബി മൈനസ് കോട്ട് എ കോട്ട് ബി. ഇനി ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാണ്. LHSലും RHSലും -1 ചെയ്യാണ്. സോ ഓൾറെഡി RHSലെ -1 -2 ആവും, LHSൽ ഒരു -1 ഇൻട്രൊഡ്യൂസ് ആവും. അതിലിനി നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. അതായത് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേമിന്ന് കോട്ട് എ ഔട്ട്സൈഡ് എടുക്കുക. സോ 1 മൈനസ് കോട്ട് ബി ആണ് ബ്രാക്കറ്റിൽ വരിക. നെക്സ്റ്റ് സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ടേമിന്ന് -1 ഔട്ട്സൈഡ് എടുക്കുക. ഓക്കെ, മൈനസ് ഔട്ട്സൈഡ് എടുത്തു. സോ ഇവിടെ 1, അതായത് -1 മൈനസ് പോയാൽ 1 വരും. അഗെയിൻ കോട്ട് ബി മൈനസ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് കോട്ട് ബി വരും. ക്ലിയർ ആയല്ലോ? RHSലും -2 അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കിയാൽ അറിയാം 1 മൈനസ് കോട്ട് ബി കോമൺ ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ബാക്കി ടേംസ് എന്താ? കോട്ട് എ മൈനസ് ഇവിടെ എന്താ കോഎഫിഷ്യന്റ് 1. സോ കോട്ട് എ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് കോട്ട് ബി ഇസ് ഈക്വൽ ടു -2. ഇനി സെക്കൻഡ് ടേമിൽ ഒരു മൈനസ് ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ എ ഇൻറ്റു സപ്പോസ് മൈനസ് ബി ഇസ് ഈക്വൽ ടു -2 ആണ് വിചാരിക്കുക. ഈ മൈനസ് ബി അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മളൊരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ അത് ആക്ച്വലി RHSലും അതേ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആയോ? So cot A minus 1 into cot B minus 1. അതായത് സെക്കൻഡ് ടേമിൽ നെഗറ്റീവ് എടുത്തപ്പോൾ ജസ്റ്റ് ഓർഡർ ഇന്റർചേഞ്ച്ഡ് ആയി cot B minus 1 is equal to ആ നെഗറ്റീവും RHSലെ നെഗറ്റീവ് 2 ആ നെഗറ്റീവും ക്യാൻസൽ ആയി is equal to 2. അങ്ങനെയാണ് 2 എന്നുള്ള ആൻസർ കിട്ടും. Next question. If cos of alpha plus beta is equal to 4/5 and sin of alpha minus beta equal to 5/13 and alpha beta lies between 0 and pi/4, find tan 2 alpha. Okay, options തന്നിരിക്കുന്നത് A 50/33, B 56/33, C 52/33, D 48/33. Correct answer option B 56/33 ആണ്. തന്നിരിക്കുന്നത് cos of alpha plus beta is equal to 4/5. ഇനി sin of alpha plus beta എന്ന് പറയുന്നത് is equal to 3/5 കിട്ടും. ഇതെങ്ങനെയാ കിട്ടുക? നമുക്കറിയാം sin square theta plus cos square theta is equal to 1 ആണ് അല്ലേ? sin square theta plus cos square theta is equal to 1 ആണ്. ഇതിലിപ്പോൾ നമുക്ക് cos theta അറിയാം. ഓക്കെ, അപ്പോൾ sin theta എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് cos square theta. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 4/5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 3/5 ആണ്. ഇപ്പോൾ കോസ് ആൽഫ പ്ലസ് ബീറ്റ 4/5 ആണെങ്കിൽ സൈൻ ആൽഫ പ്ലസ് ബീറ്റ എന്താ കിട്ടുക? 3/5. ആൽഫ പ്ലസ് ബീറ്റ ആണ്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ തന്നിട്ടുണ്ട് 5/13. അപ്പോൾ അതിൽ നിന്ന് കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിക്കാമല്ലോ. ഞാൻ പറഞ്ഞ സെയിം ഫോമിൽ തന്നെ റൂട്ട് ഓഫ് ഇവിടെ എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ മൈനസ് ബീറ്റ വരും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 5/13 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 12/13 ആണ് ആൻസർ കിട്ടുക. ഇനി നമുക്ക് 2 ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടാൻ 2 ആൽഫയാണ് അല്ലേ? സോ 2 ആൽഫനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ എന്ന് എഴുതി കൂടെ, കാരണം ഈ ബീറ്റയും ക്യാൻസൽ ആവും, നമുക്ക് തിരിച്ച് 2 ആൽഫനെ കിട്ടും. സോ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ആണ്. 2 ആൽഫനെ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ എന്ന് എഴുതി. നെക്സ്റ്റ് നമ്മൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഈ എടുത്ത എക്സ്പ്രഷന്റെ രണ്ട് സൈഡിലും ടാൻ എടുക്കുകയാണ്. സോ ടാൻ 2 ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ. ഇനി നമുക്ക് ടാൻ 2 ആൽഫ ഇസ് ഈക്വൽ ടു ഇതേപോലെ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത് ഫോർമുല എന്താ? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ ഫൈ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീറ്റ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആയിട്ട് എടുക്കുക, ഫൈ എന്ന് പറയുന്നത് അതർ ആംഗിൾ ആയിട്ട് എടുക്കുക. അതായത് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ മൈനസ് ബീറ്റയും അത് ഈ ആംഗിൾസ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആയല്ലോ? സോ തീറ്റ ഫൈ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 1. നെക്സ്റ്റ് നമുക്ക് ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റനെ എങ്ങനെ എഴുതാം? സൈൻ ബൈ കോസ് എന്ന് എഴുതി കൂടെ. സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. അത് നമുക്ക് വാല്യൂസ് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 3/4 ആൻസർ കിട്ടും. അതേപോലെ ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റയും കാണാം. അപ്പോൾ നമുക്ക് 5/12 ആൻസർ കിട്ടും. സൈൻ ബൈ കോസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് അറിയാമല്ലോ. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? 3/4 പ്ലസ് 5/12 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 5/12. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് 56/33. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 5π/12 ഇൻറ്റു സൈൻ π/12.
Options A 1/2, B 1/4, C 0, D 1. Correct answer option B ആണ് 1/4. എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് sin 5/12 into sin pi/12 is equal to, ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അതായത് 1/2 into 2 sin, അതായത് sin തീറ്റനെ 1/2 into 2 sin pi അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ചെയ്തിട്ടുള്ളൂ. 1/2 into 2 sin 5pi/12 sin pi/12. ആംഗിൾസ് എല്ലാം സെയിം തന്നെ. ഇനി sin C sin D അല്ലെങ്കിൽ sin A sin B എങ്ങനെയാണ് കോമൺ ആയിട്ട് എടുക്കുക? അപ്പോൾ sin C sin D ആണെങ്കിൽ എന്താ? cos C minus D minus cos of C plus D അല്ലേ? അപ്പോൾ ഇതേപോലെ, അല്ലെങ്കിൽ sin A sin B കൺഫ്യൂസ്ഡ് ആവണ്ട. sin A sin B എന്ന് പറയുന്നത് cos of A minus B minus cos of A plus B അല്ലേ? ഇനി ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ആ 2ഉം ഇവിടുത്തെ 2ഉം ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആയല്ലോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഓൾറെഡി 2 sin A sin B ഉണ്ട്. അപ്പോൾ 2 sin A sin B യുടെ ഫോർമുലയാണ് cos of A minus B minus cos of A plus B. സപ്പോസ് ഈ 2 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ 2 വരാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്തത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? സോ 1/2 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1/2 ഇൻറ്റു cos of A minus B minus cos of A plus B ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ അഗെയിൻ LCM എടുക്കുക, ഈ ആംഗിൾസ്. ഓക്കെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ cos pi/3 minus cos pi/2 കിട്ടും. cos pi/2 0 ആണ്. cos pi/3 എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2 ഇൻറ്റു 1/2 എന്താ? 1/4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The solution of the equation sin x plus cos x whole raised to 1 plus sin 2x is equal to 2, where x lies between minus pi and pi. Closed interval ആണ്. Both values are included. Is options A pi/2, B 3pi/4, C pi/4, D pi. Correct answer option C ആണ് pi/4. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെയാ? sin x plus cos x whole raised to 1 plus sin 2x നെ എങ്ങനെ എഴുതാം? 2 sin x cos x നെ എഴുതി കൂടെ. sin 2x എന്ന് പറയുന്നത് 2 sin x into cos x ആണ്. ക്ലിയർ ആയല്ലോ? സോ ആ ഒരു റീഅറേഞ്ച്മെന്റ് ഇവിടെ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ റേസ് ടു 1 plus 2 sin x cos x is equal to 2 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് sin x plus cos x whole raised to sin x plus cos x whole square എന്ന് എഴുതി കൂടെ. കാരണം എന്താ? ഈ 1നെ നമുക്ക് sin square x plus cos square x എന്ന് എഴുതി കൂടെ. sin square x plus cos square x. ഇനി പ്ലസ് ബാക്കി ടേം എന്താ? 2 sin x cos x. ഇതെന്താ? എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? sin x plus cos x whole square ന്റെ എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ടാണ് ഈ പവറിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? is equal to 2. ഇനി sin x plus cos x whole raised to sin x plus cos x whole square-നെ 2നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. അതായത് √2 raised to √2 square അങ്ങനെ ചെയ്തൂടെ. അതായത് √2 raised to √2 square എന്താ? 2 ആണ്. ഓക്കെ, അപ്പോൾ √2ന്റെ സ്ക്വയർ എന്താ? ദാറ്റ് ഇസ് 2. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ കിട്ടും. അപ്പോൾ ചെറിയ റീഅറേഞ്ച്മെന്റ് ആണ്. ഈ LHS ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. √2 raised to √2 square. ഇനി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് സൈഡ്സ് കമ്പയർ ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇവിടെ sin x plus cos x √2 ആണ്. അതേപോലെ ഇവിടെ പവറിലും sin x plus cos x √2 ആണ്. അപ്പോൾ sin x plus cos x is equal to √2 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഈ √2 ആർച്ചസിലുള്ള √2 നമ്മൾ LHS കൊണ്ടുപോയി. സോ 1/√2 sin x plus 1/√2 cos x is equal to 1. ഈ 1/√2 sin pi/4 അല്ലേ? അപ്പോൾ sin pi/4 into sin x plus cos pi/4 into cos x is equal to 1. That is sin of A plus B ഫോം ആണ്. അതായത് sin of x plus pi/4 is equal to 1. ഈ 1 എന്ന് പറയുന്നത് sin 90 അല്ല, sin pi/2. ഇനി നമുക്ക് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. അതായത് LHSലും RHSലും സെയിം ഫംഗ്ഷൻ ആണ്, സൈൻ ആണ്. അപ്പോൾ ആംഗിൾസ് ഇക്വേറ്റ് ചെയ്യുക. x plus pi/4 is equal to, അപ്പോൾ ഇതിന്റെ നമ്മൾ പ്രിൻസിപ്പൽ ജനറൽ സൊല്യൂഷൻ കമ്പയർ, അതായത് സൈൻ ഫംഗ്ഷന്റെ ജനറൽ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ LHSലെ ആംഗിൾ എന്ന് പറയുന്നത് x plus pi/4 ആണ്. അപ്പോൾ സൈൻ ഫംഗ്ഷന്റെ ഒരു ജനറൽ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ n pi plus -1 raised to n into pi/2 ആണ്. അപ്പോൾ x equal to ഇവിടെ ഈ pi/4നെ RHSൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഇവിടെ -pi/4 വരും. n pi plus -1 raised to n into pi/2 minus pi/4. ഇനി നമുക്ക് xന്റെ റേഞ്ച് ഓഫ് വാല്യൂ -pi മുതൽ pi വരെയാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ ദാറ്റ് മീൻസ് n must be equal to 0. n-ന് 0 വാല്യൂ കൊടുക്കുക. അപ്പോൾ ആ കേസിൽ xന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ pi/4 ആണ് ആൻസർ.
അപ്പോൾ എക്സ് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ -π to π ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സിന്റെ വാല്യൂ കിട്ടും വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്നിന്റെ വാല്യൂ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ വി ഗോട്ട് ദ ആൻസർ x = π/4. Next question. The value of x in 0π/2, open interval 0π/2, satisfying the equation sin x cos x is equal to 1/4 is. Options A π/6, B π/3, C π/8, D π/12. Correct answer option D ആണ് π/12. അതായത് തന്നിരിക്കുന്ന sin x into cos x equal to 1/4 ആണ്. 2 നമ്മൾ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 sin x cos x is equal to 2 into 1/4, 2/4. അത് എത്രയാ? 1/2. ഇനി LHSൽ 2 sin x cos x എന്താ? sin 2x ആണ്. അപ്പോൾ sin 2x equal to 1/2 കിട്ടും. ദാറ്റ് ഈസ് sin 2x equal to ഈ 1/2 എന്ന് പറയുന്നത് sin π/6 ആണ്. നമ്മുടെ ആവശ്യം x കണ്ടുപിടിക്കണം എന്നാണ്. സോ LHSലും RHSലും സെയിം ഫംഗ്ഷൻ ആക്കിയാൽ ആംഗിൾസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 2x equal to π/6. അപ്പോൾ 2 എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ x equal to എന്താ വാല്യൂ കിട്ടുക? π/12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the principal solution of the equation cosec x equal to -2. Options തന്നിരിക്കുന്നത് A π/6 7 π/6, B π/6 11 π/6, C 7 π/6 11 π/6 and D none of these. Correct answer option C ആണ്. 7 π/6 ഉം 11 π/6 ഉം. തന്നിരിക്കുന്നത് cosec x equal to -2 ആണ്. അതായത് 1/sin x equal to -2. That is sin x എന്താ കിട്ടുക? -1/2. നമുക്കറിയാം sin 30 ഡിഗ്രി ആണ് -1/2. കാരണം എന്താ? നമുക്ക് സൈനിന്റെ നെഗറ്റീവ് വാല്യൂ ആണ് വേണ്ടത്. ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് sin x -1/2 എന്ന് പറഞ്ഞ മീനിങ് എന്താ? മൈനസ് വാല്യൂ ആണ് സൈനിനുള്ളത്. ഏത് ക്വാഡ്രന്റിലാണ് സൈൻ നെഗറ്റീവ് ആയിട്ടുള്ളത്? തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ. അപ്പോൾ ആ രണ്ട് ക്വാഡ്രൻസും നോക്കണം. തേർഡ് ക്വാഡ്രന്റിൽ പൈ പ്ലസ് ചെയ്യണം. അതായത് 180 ഡിഗ്രി പ്ലസ് sin 30 ആണല്ലോ -1/2. അപ്പോൾ 30 ഡിഗ്രി, ദാറ്റ് ഇസ് 210 ഡിഗ്രി. ഇനി അതായത് ഈ 210 ഡിഗ്രീനെ ഇൻറ്റു π/180 ചെയ്യണം കേട്ടോ. ഇൻറ്റു π/180 ചെയ്താൽ നമുക്കത് റേഡിയൻസിൽ കിട്ടും. 7 π/6. അതേപോലെ തന്നെ വാല്യൂ ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 2π പറഞ്ഞാൽ 360 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. ആദ്യം ഇപ്പോൾ നമ്മൾ ഡിഗ്രിയിലാണ് കണ്ടുപിടിക്കുന്നത്, എന്നിട്ട് ഇൻറ്റു π/180 ചെയ്തിട്ട് റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യണം. സോ 330 ഡിഗ്രി അഗെയിൻ ഇത് ഇൻറ്റു π/180 ചെയ്താൽ നമുക്ക് 11 π/6 കിട്ടും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂസ് ഇതേപോലെ 7 π/6 ഉം 11 π/6. സോ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഏതൊക്കെ ക്വാഡ്രന്റ്സിലാണ് പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കിയിട്ട് വേണം പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the principal value of cot inverse -1/√3. Options A 2π/3, B 3π/2, C 5π/2, D none of these. Correct answer option A ആണ് 2π/3. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. സോ ആദ്യം തന്നെ തന്നിരിക്കുന്ന കോട്ട് ഇൻവേഴ്സ് -1/√3നെ y ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് y is equal to π minus cot inverse 1/√3. ഇത് എടുക്കാൻ കാരണം എന്താ? കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം ഈ ടാൻ ഫംഗ്ഷൻ കോട്ട് ഫംഗ്ഷൻ അതെല്ലാം നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ്, ഇനി സാധാരണ കോട്ട് ഇൻവേഴ്സ് 1/√3 എന്നെങ്കിൽ ദാറ്റ് ഇസ് കോട്ട് ഇൻവേഴ്സ് 1/√3 π/3 ആണ്. സോ പൈ മൈനസ് π/3 എന്താ? 2π/3. പക്ഷെ നമുക്കറിയാം റേഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 to π ഓപ്പൺ ഇന്റർവെല്ലാണ്. സോ അത് കാരണം പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ ഏതെടുത്താൽ 2π/3 കൺസിഡർ ചെയ്താൽ. Next question. If tan inverse x plus tan inverse y is equal to π/4, then the value of x plus y plus xy is. Options A 0, B 1, C -1, D none of these. Correct answer option B ആണ് 1. നമുക്ക് തന്നിരിക്കുന്നത് tan inverse x plus tan inverse y is equal to π/4 ആണ്. ഇനി tan inverse x plus tan inverse y യുടെ ഫോർമുല എന്താ? tan inverse x plus y divided by 1 minus x into y. Okay, this is equal to π/4. ഈ tan ഇൻവേഴ്സിനെ ജസ്റ്റ് നമ്മൾ RHSൽ കൊണ്ടുപോകാം. ഓക്കെ, tan ഇൻവേഴ്സ് ഫംഗ്ഷൻ RHSൽ കൊണ്ടുപോയാൽ ഇൻവേഴ്സ് പോയിട്ട് tan ആണ്. സോ tan π/4 കിട്ടും, ദാറ്റ് ഇസ് 1. അപ്പോൾ x plus y by 1 minus xy is equal to 1 ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക. x plus y is equal to 1 minus xy കിട്ടും. അതായത് ഈ xyനെ LHSൽ കൊണ്ടുപോകാം. നമുക്ക് ആവശ്യമുള്ള എക്സ്പ്രഷൻ അതാണല്ലോ. x plus y plus xy is equal to RHSൽ എന്താ വരിക? 1 ആണ് ആൻസർ.
Next question. Find the value of sine inverse of sine 4 pi by 5. Options A pi by 5, B 2 pi by 5, C 4 pi by 5, D minus 4 pi by 5. Correct answer option A ആണ്, അതായത് pi by 5. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻസിനെ ആണെങ്കിൽ നമുക്ക് റേഞ്ച് ഓഫ് വാല്യൂ, അതായത് പ്രിൻസിപ്പൽ റേഞ്ച് ചെയ്താൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻസിനെങ്കിലും മാക്സിമം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ് നമുക്കറിയാം. ആ എക്സ് എന്ന് പറയുന്നത് സപ്പോസ് ഈ ഒരു ക്ലോസ്ഡ് ഇന്റർവൽ, ഇപ്പോൾ നമുക്ക് സൈൻ ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് പൈ ബൈ ടു കോമ പൈ ബൈ ടു ഈ ഒരു റേഞ്ചിലാണ് നോക്കുക. പക്ഷെ സപ്പോസ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ഈ ഒരു റേഞ്ച് ആണെങ്കിൽ നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യണം? സൈൻ എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് പൈ മൈനസ് എക്സ്, അതായത് വെറും എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? പൈ മൈനസ് എക്സ് ചെയ്യണം. അതെന്തിനാ ചെയ്യണേ? നമ്മൾ ആ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ ഉള്ളിലേക്ക് ആ എക്സിന്റെ വാല്യൂവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 4 pi by 5 ആണ്. അപ്പോൾ ഈ 4 pi by 5 ഡസ് നോട്ട് ബിലോങ് ടു ദ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. അതുകൊണ്ട് നമ്മൾ അതിനെ സൈൻ ഓഫ് പൈ മൈനസ് 4 pi by 5, അതായത് പൈ മൈനസ് 4 pi by 5 ചെയ്യണം. ദാറ്റ് ഇസ് പൈ ബൈ 5. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ ഈ സൈൻ ഓഫ് 4 pi by 5നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്ത? സൈൻ ഓഫ് പൈ ബൈ 5 ആക്കി. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 4 pi by 5 എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 5. സോ ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് പൈ ബൈ 5 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എസ്. ഇപ്പോൾ റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഓപ്ഷൻസ് എ ക്ലോസ്ഡ് ഇന്റർവൽ 0, പൈ, ബി ക്ലോസ്ഡ് ഇന്റർവൽ പൈ ബൈ 4, 3 pi by 4, സി സെമി ആണ്, സെമി ഇന്റർവൽ 0, പൈ, അതായത് ഇവിടെ സെമി ക്ലോസ്ഡ്, ഇവിടെ ഓപ്പൺ ആണ്. 0 ഇൻക്ലൂസീവ് ആണ്, പൈ നോട്ട് ഇൻക്ലൂസീവ് ആണ്. ഡി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 3 pi by 4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പൈ ബൈ 4, 3 pi by 4 ക്ലോസ്ഡ് ഇന്റർവൽ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഓരോന്നിനെ അനലൈസ് ചെയ്യണം. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? ക്ലോസ്ഡ് ഇന്റർവൽ -1, 1. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? -1, 1 തന്നെയാണ് ക്ലോസ്ഡ് ഇന്റർവൽ. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഓപ്പൺ ഇന്റർവൽ -∞, ∞ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഏതിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്? ഇത് മൂന്നിനും കോമൺ ആയിട്ടുള്ള ഏതാ വരിക? ക്ലോസ്ഡ് ഇന്റർവൽ -1, 1. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എന്താ? പൈ ബൈ 2 ആണ്. പക്ഷെ കണ്ടീഷൻ എന്താ? എക്സ് മസ്റ്റ് ബിലോങ് ടു ദ ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. അതിപ്പോൾ ഓൾറെഡി അങ്ങനെ ആണ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിനെ പൈ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ രണ്ട് ടേംസിന് പകരം പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ലാസ്റ്റും ടാൻ ഇൻവേഴ്സ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. നമുക്ക് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് അറിയാൻ പറ്റും അത് എന്ത് ഫംഗ്ഷൻ ആണെന്ന്. സോ പൈ ബൈ 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അത് ക്യാൻസൽ ആയി. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എക്സിന്റെ വാല്യൂ എന്താ? ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ന്റെ ഉള്ളിലാണ്. -1ഉം 1 ഇൻക്ലൂസീവ് ആണ്, പിന്നെ അതിന്റെ ഇടയിലെ ഇൻ ബിറ്റ്വീൻ വാല്യൂസും ഇൻക്ലൂസീവ് ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡിനോമിനേറ്റർ കുറഞ്ഞുകൊണ്ട് വരും, ഐ മീൻ ലെസ് ആയിരിക്കും. സോ 1/, അതായത് സ്മോളർ ഡിനോമിനേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, കാരണം എക്സിന്റെ അത്രയും ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് നമുക്കത് ഇൻക്രീസിങ് വാല്യൂ ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക. സോ ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എന്താ? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, കാരണം ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഈ രണ്ട് വാല്യൂസ്, അതായത് ആ n വാല്യൂസ് ഇല്ലേ, -1ഉം 1ഉം, അതിൽ നമ്മൾ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഫംഗ്ഷൻ എഫ് ഓഫ് -1 ഇസ് ഈക്വൽ ടു നമുക്ക് പൈ ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, ആ എഫ് ഓഫ് എക്സിൽ എക്സിന് -1 കൊടുക്കാം. എക്സ് ഈക്വൽ ടു -1. സോ എക്സ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ എന്താ വരിക? പൈ ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ്, ഇത് ടാൻ ഇൻവേഴ്സ് ആണ്, പൈ ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് -1. ദാറ്റ് ഈസ് ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഗെയിൻ നമ്മൾ ആ ഒരു വാല്യൂ പൈ ബൈ 4 ആണ് നമുക്ക് അറിയാം അല്ലെ? പക്ഷെ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം? മൈനസ് എടുക്കണം. ക്ലിയർ ആയല്ലോ? സോ
pi by 2 minus pi by 4, that is pi by 4 ആണ് ആൻസർ. Again f of plus 1, x ന് ഇനി 1 കൊടുക്കാം. അപ്പോൾ pi by 2 plus tan inverse എന്ത് കൊടുക്കണം? plus 1 കൊടുക്കണം. That is pi by 2 plus pi by 4. That is equal to 3 pi by 4. അപ്പോൾ നമുക്ക് ആ റേഞ്ച് എന്താ കിട്ടിയത്? f of x that belongs to. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷന്റെ വാല്യൂസ്. ഓക്കെ, ആ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് ആണത്. ക്ലോസ്ഡ് ഇന്റർവൽ pi by 4 ഉം 3 pi by 4. Next question. Evaluate 4 tan inverse 1 by 5 minus tan inverse 1 by 239. Options A pi by 2, B pi by 3, C pi by 4, D pi. Correct answer option C ആണ് pi by 4. അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഐഡന്റിറ്റി യൂസ് ചെയ്യുക ഈ ഒരു എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 4 tan inverse 1 by 5. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 എന്ന് എഴുതി കൂടെ 4ന്. 2 into 2 tan inverse 1 by 5. ഇനി 2 tan inverse x ന്റെ ഫോർമുല എന്ന് പറയുന്നത് tan inverse 2x by 1 minus x square ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ 2 ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ട്, അത് അങ്ങനെ തന്നെ വെക്കാം. ഈ 2 ഔട്ട്സൈഡ് ഇരിക്കട്ടെ. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഇതുപോലെ ചെയ്യേണ്ടത്. സോ 2 into ഈ 2 അങ്ങനെ തന്നെ എഴുതുക. ബാക്കി tan inverse 2 by 5 by 1 minus ഈ 2 by 5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഡിനോമിനേറ്ററിൽ 1 minus 1 by 25 ആണ് വരിക. അതായത് ഇവിടെ x എന്ന് പറയുന്നത് എന്താ? 1 by 5. ശരിയല്ലേ? ഇതാണ് x. സോ tan inverse 2 into x, അതായത് 2 into 1 by 5 2 by 5 വരും. അഗൈൻ ഡിനോമിനേറ്ററിൽ 1 minus 1 by 5 ഹോൾ സ്ക്വയർ, അതായത് 1 minus 1 by 25 വരും. ക്ലിയർ ആയല്ലോ? സോ 2 tan inverse 2 by 5 by 1 minus 1 by 25. അപ്പോൾ അത് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് 10 divided by 24. അപ്പോൾ 2 tan inverse 10 by 24 കിട്ടി. Again നമ്മൾ 2 tan inverse x ന്റെ ഫോം ആണ് അല്ലേ? സോ നമ്മൾ again ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. tan inverse 2x by 1 minus x square. അതായത് 2 tan inverse 10 by 24 നെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? tan inverse 2 into ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? 10 by 24 ആണ്. ഡിവൈഡ് ബൈ 1 മൈനസ് 10 by 24 ഹോൾ സ്ക്വയർ എന്താ? 100 by 576. അപ്പോൾ ഇത് again സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേം ആണ് 120 by 119. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ ഫസ്റ്റ് ടേം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. tan inverse 120 by 119 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ടേം അങ്ങനെ തന്നെ എഴുതുക. മൈനസ് tan inverse 1 by 239. അഗെയിൻ tan inverse x മൈനസ് tan inverse y യുടെ ഫോമിൽ എന്താ? tan inverse x minus 1 y by 1 plus xy. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ x എന്ന് പറയുന്നത് 120 by 119 ഉം y എന്ന് പറയുന്നത് 1 by 239 ഉം. അപ്പോൾ tan inverse 120 by 119 minus 1 by 239 divided by 1 plus അതുപോലെ x into y കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്കിൽ നമ്മൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത് സെയിം ടേം തന്നെ വരും കേട്ടോ. tan inverse 1 ആണ് നമുക്ക് കിട്ടുക. ഈ tan inverse 1 എന്ന് പറയുന്നത് എന്താണ്? pi by 4. അപ്പോൾ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of cot inverse 9 plus cosec inverse root 41 by 4 is. Options A 0, B pi by 4, C tan inverse 2, D pi by 2. Correct answer option B pi by 4 ആണ്. അപ്പോൾ നമുക്ക് cosec inverse cot inverse ഫോർമുല നോക്കാം. അതായത് cosec inverse x is equal to cot inverse root of x square minus 1 ആണ്. So cosec inverse root 41 by 4 അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടേം അല്ലേ? is equal to cot inverse. അപ്പോൾ ഇവിടെ root of 41 by 16 എഴുതി കൂടെ. അതായത് root 41 by 4 ഈ 4 സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 41 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 4 സ്ക്വയർ ചെയ്യണം അല്ലേ? സ്ക്വയർ റൂട്ടിൽ നിന്ന് 4 സ്ക്വയർ ഔട്ട്സൈഡ് പോകുമ്പോഴാണ് 4 ആവുന്നത്. സോ അഗെയിൻ റൂട്ടിന്റെ ഉള്ളിൽ എടുക്കണമെങ്കിൽ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 41 by 16. അതുകൊണ്ടാണ് ഈ റീഅറേഞ്ച്മെന്റ് ചെയ്തത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 41 by 16 മൈനസ് 1 അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലേ? അപ്പോൾ അതിവിടെ ഫോർമുല യൂസ് ചെയ്തു. സോ 41 by 16 മൈനസ് 1 അതായത് റൂട്ട് ഓഫ് 41 by 16 സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? 41 by 16 കിട്ടും. അതാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് cosec inverse x എന്ന് പറയുന്നത് cot inverse of root of x square minus 1 ആണ്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ cosec inverse root 41 by 4 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ശരിക്കും പറഞ്ഞാൽ x എന്താ? root 41 by 4. ഈ 4 നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എടുക്കാം.
അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 41/4 സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 41/16. ഇനി നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഇതിൻ്റെ സ്ക്വയർ വേണം. അപ്പോൾ 41/16 ആണ് എക്സ് സ്ക്വയറിൻ്റെ അവിടെ വരിക. അതുകൊണ്ടാണ് ഇവിടെ എക്സ് സ്ക്വയറിന് പകരം 41/16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ കോട്ട് ഇൻവേഴ്സ് 5/4 കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ കോട്ട് ഇൻവേഴ്സ് 9 പ്ലസ് കൊസീക് ഇൻവേഴ്സ് റൂട്ട് 41/4 എങ്ങനെ എഴുതാം? കോട്ട് ഇൻവേഴ്സ് 9 പ്ലസ് സെക്കൻഡ് ടേം നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്തു കോട്ട് ഇൻവേഴ്സ് 5/4. ഇത് അഗെയിൻ കോട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1/x ആണ് അല്ലേ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഈ ആംഗിളുടെ റെസിപ്രോക്കൽസ് എടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് 1/9 പ്ലസ് ടാൻ ഇൻവേഴ്സ് 4/5. അഗെയിൻ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y എന്താ? ടാൻ ഇൻവേഴ്സ് x പ്ലസ് y/1 മൈനസ് xy. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ tan inverse 41/14 that is tan inverse 1 pi/4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if sin inverse x minus cos inverse x equal to pi/6 then x equal to a 1/2 b minus 1/2 c root 3/2 d none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, root 3/2. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ sin inverse x minus cos inverse x equal to pi/6 അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് sin inverse x plus cos inverse x equal to pi/2 ഒരു പ്രോപ്പർട്ടി, ഒരു ഫോർമുല നമുക്കറിയാം. അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് ഈ cos inverse x ടേം RHSൽ കൊണ്ടുപോകാം. സോ എന്ത് വരും? pi/2 മൈനസ് cos inverse x വരും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് sin inverse x അല്ലേ, അത് നമുക്കിപ്പോൾ എന്തായിട്ടാണ് കിട്ടിയത്? pi/2 മൈനസ് cos inverse x ആയിട്ട് കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 1ൽ. സോ pi/2 മൈനസ് cos inverse x മൈനസ് cos inverse x is equal to pi/6. അപ്പോൾ 2 ടൈംസ് cos inverse x വന്നു. ദാറ്റ് ഈസ് 2 cos inverse x equal to pi/2 മൈനസ് pi/6. ഒന്നുമില്ല, ഇവിടെ ഒരു -2 cos inverse x ആണ് വരിക. അത് RHSൽ കൊണ്ടുപോയി. പിന്നെ ഈ RHSലുള്ള pi/6നെ LHSൽ കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. സോ 2 cos inverse x equal to pi/2 മൈനസ് pi/6. സോ 2 cos inverse x equal to ഇത് സിംപ്ലിഫൈ ചെയ്യാം. സോ നമുക്ക് pi/3 കിട്ടി. അപ്പോൾ cos inverse x എന്ന് പറയുന്നത് 2നെ RHSൽ കൊണ്ടുപോയാൽ pi/6. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ഈ cos inverseനെ RHSൽ കൊണ്ടുപോകാം. അപ്പോൾ cos ഓഫ് pi/6 കിട്ടും. cos pi/6 വന്നത് root 3/2 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ, അതായത് cos ഇൻവേഴ്സ് x ആണ് pi/6. അപ്പോൾ cos ഇൻവേഴ്സ് അങ്ങോട്ട് പോയാൽ cos ആയി. അപ്പോൾ x ആണ് LHSൽ ഉണ്ടാവുക, അതായത് root 3/2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the domain of the function cos inverse of 2x minus 1 is options A closed interval 0 1, B open interval -1 1, C open interval 0 pi, D closed interval -1 1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ 0 and 1. ഇതിന്റെ മീനിങ് എന്താ? 0 1ഉം ഇൻക്ലൂസീവ് ആണ്, 0 and 1 ബിറ്റ്വീൻ വാല്യൂസും ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താ? cos ഇൻവേഴ്സ് ഓഫ് 2x minus 1 ആണ്. ഇവിടെ നമ്മൾ ആ 2x minus 1 എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൽ അത് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാം -1 ലെസ്, അതായത് കോസ് ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 ലെസ് ആൻ ഇക്വൽ ടു x ലെസ് ആൻ ഇക്വൽ ടു 1 ആണ് നമുക്കറിയാം. സോ ഇവിടെ എക്സിന് പകരം എന്താണ്? 2x minus 1. കോസ് ഇൻവേഴ്സ് x അല്ല, പകരം കോസ് ഇൻവേഴ്സ് 2x minus 1 ആണ്. സോ ആംഗിൾ ഏതാണോ അത് കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ -1 ലെസ് ദാൻ 2x മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x minus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് +1 ചെയ്യാം എല്ലാം, അതായത് ആ ഫുൾ ഇനീക്വാളിറ്റിയിൽ +1 ഓരോ ടേംസിനും ചെയ്യാം. അപ്പോൾ നമുക്ക് LHS -1 +1 എന്താവും? 0. ഇനി സെന്റർ മിഡിൽ ടേം എന്താ? 2x minus 1 + 1 2x ആവും. ഇനി ലാസ്റ്റ് ടേം എന്താ? 1 + 1 2 ആവും. ഇനി എഗെയിൻ നമുക്ക് ഈ 2 കോമൺ അല്ലേ, അത് ഇതുപോലെ റിമൂവ് ചെയ്യാം. /2 ചെയ്ത് കഴിഞ്ഞാൽ 0/2 0, then 2x/2 x 2/2 1. അപ്പോൾ 0 ലെസ് ദാൻ ഇക്വൽ ടു x ലെസ് ദാൻ ഇക്വൽ ടു 1. ഇതെന്താ? ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് sin ഇൻവേഴ്സ് x plus sin ഇൻവേഴ്സ് 2x equal to pi/3. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ, അതായത് sin ഇൻവേഴ്സ് x plus sin ഇൻവേഴ്സ് 2x equal to pi/3 സോൾവ് ചെയ്തിട്ട് x എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A √28/3, B √3/28, C 3/√28, D √3/28.
അല്ലെ 3ഉം 28ഉം ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നിരിക്കുന്നത് റൂട്ട് സ്ക്വയർ റൂട്ട് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻസ് എല്ലാം കൺഫ്യൂസിംഗ് ആണ്. കറക്റ്റ് വാല്യൂ തന്നെ കിട്ടണം. ചെറിയൊരു ഗസ്സിംഗ് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 3/28. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് 2x ഈക്വൽ ടു π/3. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2x എന്തായി? ഇതേപോലെ π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിനെ RHSൽ കൊണ്ടുപോകാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2x എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് √3/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി കൂടെ. കാരണം എന്താ, ഈ π/3 എന്ന് പറയുന്നത് എന്താ, സൈൻ ഇൻവേഴ്സ് √3/2 ആണ്. എന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം സൈൻ ഇൻവേഴ്സ് ടേംസിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ π/3 എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് √3/2 ആണെന്ന് അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2x ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ. അതിന്റെ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് ടേം, വൈ സ്ക്വയർ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ജസ്റ്റ് റീചേഞ്ച് ചെയ്യുക, അതായത് സോറി ഇന്റർചേഞ്ച് ചെയ്യുക എക്സ് ആൻഡ് വൈ മൈനസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് √3/2, വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √3/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 3/4. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. √3/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് x/2, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 3/4 എന്ന് പറയുന്നത് 1/2 കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2x ആണ് ഇപ്പം നമുക്ക് RHSൽ കിട്ടിയ ഫംഗ്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, LHS ആൻഡ് RHSൽ സെയിം ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആംഗിൾസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. 2x = √3/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് x/2. അപ്പോൾ ഇവിടെ മൈനസ് x/2 എന്ന് പറയുന്നത് നമ്മൾ LHSൽ കൊണ്ടുപോകും. അപ്പോൾ 2x പ്ലസ് x/2 വരും. ഇതെന്ന് പറയുന്നത് 5x/2 ആണ്. ഇസ് ഈക്വൽ ടു √3/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി എന്തായാലും നമുക്ക് സ്ക്വയർ റൂട്ട് കളയണം. സോ സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ 25/4x സ്ക്വയർ ഇസ് ഈക്വൽ ടു √3/2 ഇൻറ്റു ആണ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? പ്ലസ് മൈനസ് അല്ല ശ്രദ്ധിക്കണം. സോ √3/2 ഹോൾ സ്ക്വയർ എന്താ? 3/4. ആദ്യം ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. 3/4 √3/2 സ്ക്വയർ ചെയ്ത് 3/4. ഇനി ബ്രാക്കറ്റിൽ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ 3/4 നമ്മൾ ബ്രാക്കറ്റിലേക്ക് എടുക്കുകയാണ്. സോ 3/4 ഇൻറ്റു 1 3/4, ദെൻ 3/4 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ എന്താ? മൈനസ് 3/4 എക്സ് സ്ക്വയർ. അപ്പം അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പ് കിട്ടുക. അപ്പോൾ 3/4 മൈനസ് 3/4 എക്സ് സ്ക്വയർ. എഗെയിൻ എക്സ് സ്ക്വയറിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? LHS കൊണ്ട്. അപ്പോൾ 28/4 എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/4. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇതൊന്ന് കണ്ടുപിടിച്ചൂടെ? ജസ്റ്റ് ഈ കോൺസ്റ്റൻസ് എല്ലാം RHSൽ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇനി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? 3/28 വരും. ഈ 4ഉം 4ഉം ക്യാൻസൽ ആവും. 28 നമ്മൾ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 3/28. ഇനി നമുക്കിപ്പോൾ ഈ x = മൈനസ് റൂട്ട് ഓഫ് 3/28 വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ നെഗറ്റീവ് ആയിപ്പോൾ. സോ അത് നെഗ്ലക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. സ്ക്വയർ റൂട്ട് ഓഫ് 3/28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If tan inverse a/x plus tan inverse b/x equal to π/2, then x equal to options A square root of a into b, option B root of 2ab, C 2ab, D ab. Correct answer option A ആണ്, square root of ab. So തന്നിരിക്കുന്നത് tan inverse a/x plus tan inverse b/x equal to π/2 ആണ്. So tan inverse a/x എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ടേമിനെ നമ്മൾ RHSൽ കൊണ്ടുപോയി. അപ്പോൾ π/2 മൈനസ് tan inverse b/x. ഈ π/2 മൈനസ് tan inverse x എന്താ? cot inverse x ആണ്. കാരണം tan inverse x എന്ന് പറയുന്നത് ഇതേപോലെ π/2 മൈനസ് അല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക ഫംഗ്ഷൻസ്. സോ അതും ഒരു പ്രോപ്പർട്ടിയാണ് അറിഞ്ഞിരിക്കുക. π/2 മൈനസ് tan inverse x എന്താ? cot inverse x ആണ്. അതായത് tan inverse x plus cot inverse x is π/2 തീറ്റ x എങ്ങനെയാണെങ്കിൽ. ഇനി tan inverse a/x is equal to cot inverse b/x എന്ന് കിട്ടി. ശരിയാണല്ലോ? ഈ cot inverse എന്ന് പറഞ്ഞാൽ അഗെയിൻ റെസിപ്രോക്കൽ ഓഫ് tan inverse ആണ്. അപ്പോൾ ഈ ആംഗിൾ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്ത് tan inverse ചെയ്താൽ അപ്പോൾ tan inverse x/b.
ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് തന്നെയാണ് LHSലും RHSലും കിട്ടിയിരിക്കണം. സോ ഫൈനലി ആംഗിൾസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. A/x = x by b. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് x² = AB കിട്ടും. അതിൽ നിന്ന് xന്റെ വാല്യൂ എന്താ കിട്ടുക? +or-√AB. അഗെയിൻ നമ്മൾ നെഗറ്റീവ് വാല്യൂ ഡിസ്കാർഡ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ +√AB. Next question. The equation sin inverse x minus cos inverse x is equal to cos inverse √3/2 has A. Unique solution, B. No solution, C. Infinitely many solutions, D. None of these. Correct answer option A ആണ് unique solution. തന്നിരിക്കുന്ന sin inverse x minus cos inverse x is equal to cos inverse √3/2. ഇനി sin inverse x minus cos inverse x എന്ന് പറയുന്നത് ഈ cos inverse √3/2 എന്ന് പറയുന്നത് π/6 ആണ്. അത് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മുടെ ഓൾറെഡി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് രണ്ടിന്റെയും സം sin inverse x plus cos inverse x is equal to π/2 ആണ്. സോ അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോസിന്റെ ടേംസ് ക്യാൻസൽ ആയി പോകും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോകും. സൈൻ ഇൻവേഴ്സ് 2 ടൈംസ് വരും. സോ 2 sin inverse x is equal to π/6 plus π/2 എന്താ വരിക? 2π/3. അപ്പോൾ അതിൽ നിന്ന് 2ഉം ഇതേപോലെ 2ഉം ക്യാൻസൽ ആയി. സൈൻ ഇൻവേഴ്സ് x π/3 ആയി. ഈ സൈൻ ഇൻവേഴ്സിനെ RHSൽ കൊണ്ടുപോകും. അപ്പോൾ x = sin π/3, ദാറ്റ് ഈസ് √3/2. അപ്പോൾ ഇക്വേഷൻ എന്താണ്? യൂണീക്ക് സൊല്യൂഷൻ ആണ് ഉള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The number of real solutions of the equation square root of 1 plus cos 2x is equal to √2 cos inverse of cos x in the closed interval π/2 πs. Options A 1, B 2, C 0, D infinitely many. Correct answer option C ആണ് 0. അതായത് തന്നിരിക്കുന്ന cos inverse of cos x നമുക്കറിയാം. അതായത് ഈ ഒരു ടേം ഉണ്ടല്ലോ cos inverse of cos x. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടി എന്താ? x തന്നെയാണ്. പക്ഷെ അവിടെ xന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബിലോങ് ടു ദ ക്ലോസ്ഡ് ഇന്റർവൽ 0π. ഇനി ക്വസ്റ്റ്യനിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 plus cos 2x is equal to √2 cos inverse of cos x ആണ്. അതും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് റേഞ്ചിലാണ്? π/2 മുതൽ π വരെയാണ്. ഇനി റൂട്ട് ഓഫ് 1 plus cos 2x, അതായത് 1 plus cos 2θ എന്ന് പറയുന്നത് 2 cos square θ ആണ്. സോ 1 plus cos 2x എന്ന് പറയുന്നത് 2 cos square x ആണ്. അത് റീപ്ലേസ് ചെയ്യാം. is equal to RHS അങ്ങനെ തന്നെ എഴുതാം. √2 cos inverse cos x. Again റൂട്ട് ഓഫ് 2 cos square x എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് a b എന്ന് പറയുന്നത് √a into √b ആണ്. അപ്പോൾ ഇവിടെ √2 into റൂട്ട് ഓഫ് cos square x എന്താവും? cos x വരും. ക്ലിയർ ആയല്ലോ? സോ √2 cos x is equal to RHS അങ്ങനെ എഴുതാം. √2 cos inverse of cos x. ഈ cos inverse of cos x എന്ന് പറയുന്നത് എന്താ? ഈ ആംഗിൾ തന്നെ വരും x. അപ്പോൾ RHS നമുക്ക് x കിട്ടി. LHSൽ again ഇവിടെ √2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ LHSൽ cos x മാത്രം വരും. cos x is equal to x വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. cos x = x എന്ന് പറയുന്നത് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഇന്റർവെലിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് പോസിബിൾ അല്ല. സോ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഇല്ല. സോ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്താണ്? 0 ആണ്. താങ്ക് യു.